നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ഇന്ന് പറയുന്നത് പഴയൊരു ആചാരമാണ്. അത് ഇന്നും തുടർന്ന് പോരുന്നവരും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് പിറന്നാളുകാർ വിറക് കീറരുതെന്ന് പറയും പണ്ടുള്ളവർ. എന്താണെന്ന് വെച്ചാൽ പിറന്നാളുകാരൻ വിറക് കീറിയാൽ കയ്യോ കാലോ മുറിയും. അതൊരു നല്ല ലക്ഷണമല്ല പിറന്നാൾ ദിവസം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരങ്ങനെ പറയും. ശാസ്ത്രീയമായിട്ടൊരു വിശദീകരണം ഇല്ലെങ്കിലും പൂർവികരങ്ങനെ പണ്ട് കാലമുള്ളവർ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ ഈ പിറന്നാളുകാർ ചെയ്യാൻ പാടില്ലാത്ത വീണ്ടും ഒന്ന് രണ്ട് ചില കാര്യങ്ങളുണ്ട്. അതായത് ഇല കീറരുത്, അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ. ദൂരയാത്ര അരുത്. അതായത് ആ ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും നമുക്ക് അരുതാത്തത് സംഭവിച്ചാൽ അത് വളരെ ദോഷമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇനി മുതൽ പിറന്നാളുകാരൊന്നും വിറക് കീറാനോ ഇല കീറാനോ ദൂരയാത്ര ചെയ്യാനോ പറ്റുമെങ്കിൽ ചെയ്യാതിരിക്കുക. അല്ലാതെ ഇപ്പം നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ പോയേ പറ്റൂ, ഇല കീറേണ്ടി വന്നാൽ കീറിയേ പറ്റൂ. പക്ഷേ നമ്മളുടെ പൂർവികർ പണ്ട് പറയില്ലേ, എന്താണ്, നെല്ലിക്ക പഴമർക്ക പറയുന്ന മുതുനെല്ലിക്ക ആദ്യം കായ്ക്കും പിന്നെ മധുരിക്കും. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കായ്ക്കും പിന്നെ മധുരിക്കും. അതായത് അതിൻ്റെ യഥാർത്ഥ കാരണം അറിഞ്ഞാൽ നമുക്കതൊക്കെ ശരിയാണെന്ന് തോന്നും. പക്ഷെ ആദ്യം നമ്മൾ അവരെ പരിഹസിക്കും. എന്തൊരു പഴഞ്ചൊല്ലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതിനാണല്ലോ ആ ഒരു ഇതുണ്ടായത്. അതുകൊണ്ട് എല്ലാ പിറന്നാളുകാരും സൂക്ഷിച്ചൊക്കെ ആ ദിവസം നടക്കുക എന്നുള്ള ഒരു അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. എൻ്റെ ഈ ഒരു അറിവ് നിങ്ങൾക്ക് കൂടി പ്രയോജനപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.